അപ്പോൾ ഇന്ന് നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കർക്കിടക മാസത്തിൽ പോയിട്ട് മുരിങ്ങേൻ്റെ ഇല പൊട്ടിക്കണേ ഞങ്ങൾ വിചാരിക്കും. ഞാൻ കർക്കിടക മാസത്തിൽ മുരിങ്ങേൻ്റെ ഇല കൂട്ടാൻ പറ്റില്ല എന്ന് ചിലവരൊക്കെ പറയും. പക്ഷേ ആദ്യത്തെ ദിവസം തന്നെ കൂട്ടി നമുക്ക് മുരിങ്ങേൻ്റെ ഇല എടുക്കട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് കറി വയ്ക്കാനൊന്നുമില്ല, ഉപ്പേരിക്കൊന്നുമില്ല എന്ന് ഇങ്ങനെ അനിഷേട്ടനോട് പയാനം പറഞ്ഞിരിക്കുമ്പോൾ അനിഷേട്ടൻ പറഞ്ഞു, മുറ്റത്ത് മുരിങ്ങേൻ്റെ ഇല ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുമ്പോൾ ഈ ഒന്നുമില്ല എന്ന് വെറുതെ പറയാം, ആ തൊടി കൂടെയൊക്കെ ഒന്ന് നടന്നു നോക്ക് എന്തൊക്കെ ഉണ്ട് എന്ന് അപ്പം കാണാമെന്നാണ്. അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ തൊടി കൂടെ നടക്കാമെന്ന്. അങ്ങനെ നോക്കി ഇങ്ങനെ നടക്കുമ്പോഴാണ് ഇതേ കിടക്കണ ഇന്നലത്തെ മഴയ്ക്ക് ഇടിക്കുണ്ടായ കൂണ് കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യം നല്ല കൂണാണ് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് രാവിലെ പറിച്ചില്ല. പനിഷനോട് പറഞ്ഞപ്പോൾ പനിഷേട്ടൻ പറഞ്ഞു അത് എടുത്തോന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ 2 ചെറിയ കൂൺ കിട്ടി. അപ്പോൾ ഞങ്ങൾക്ക് പണ്ടത്തെ കാലമായിട്ട് ഓർമ്മ വന്നേ. പണ്ട് നല്ല ഇടി മഴയൊക്കെ ഉള്ള ദിവസങ്ങളിൽ അച്ചയ്ക്ക് രാത്രി 12 മണി 1 മണിയൊക്കെ ആകുമ്പോൾ ഇടി കിട്ടുമ്പോൾ അച്ചയ്ക്ക് തൊടിക്കുള്ള ഒരു പോക്കുണ്ട്. ആ പോക്കിൽ അച്ഛൻ മിണ്ടാതെ പോയി കൂൺ പറിക്കുമ്പോൾ മിണ്ടരുത് എന്നാണല്ലോ പറയുക. ചിലപ്പോൾ ഞാനും പോയിട്ട് പിന്നാലെ, കാരണം എനിക്കും കൂങ്കറി നല്ല ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ പോയി കൂൺ പറിച്ചൊക്കെ ഞാൻ അങ്ങനെ ആലോചിച്ച്. അപ്പോൾ കൃഷ്ണമുടി കണ്ടോ, ഓണക്കാലൊക്കെ ആയില്ലേ. അപ്പോൾ ഇവിടെ കൃഷ്ണമുടി എന്നാട്ടോ അതിന് പറയുക. അപ്പോൾ ഇപ്പോഴേ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഒക്കെ. പിന്നെ വള്ളികളൊക്കെ പടർന്ന് പിടിച്ചിട്ടുണ്ട്. പക്ഷെ എന്ത് രസമല്ലേ കാണാൻ കൃഷ്ണമുടി. ഇവിടെ ഓണത്തിന് പൂടുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് കേട്ടോ കൃഷ്ണമുടി. കാരണം തൊടിയിലൊക്കെ കൃഷ്ണമുടി നിറഞ്ഞു കിടക്കുകയാണ്. അപ്പം നോക്കിയപ്പോൾ മേലത്തെ തൊടിയിലെത്തിയപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. ചക്ക ഒരു 4-5 ചക്ക ഉണ്ട് നിലത്ത് വീണ് കിടക്കണം. ഒക്കെ ഈ കാറ്റത്ത് വീണാൽ തോന്നുന്നു. അപ്പോൾ അമ്മയ്ക്ക് നല്ല ഇഷ്ടമാട്ടോ ഈ ചുവന്ന ചീര. ഇവിടെ ചുവന്ന ചീര ഉപ്പേരി വയ്ക്കും. നമുക്ക് കണ്ണിന് കാഴ്ചയ്ക്കും കുറേ പിന്നെ പീരീഡ്സിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ നല്ല ഒരു ഇതാണ് ഈ ചീരേൻ്റെ ഇല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ നല്ല ഇല കുറവായതുകൊണ്ട് കുറച്ച് ഇല എടുത്ത് കണ്ട് കുറേ പുഴുക്കുത്തുണ്ട്. വന്ന് നന്നാക്കിയപ്പോൾ മിക്കതും കേടായിരുന്നു കേട്ടോ. അപ്പോൾ മുരിങ്ങേൻ്റെ ഇല അത്ര കുറച്ച് വെച്ചിരിക്കുന്നത് ഞാൻ തേങ്ങ അരച്ച് ഇത്തിരി കറി വയ്ക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇത്തിരി ഇല മതി. കൂട്ടാൻ വയ്ക്കാൻ എന്തെങ്കിലും നോക്കി തൊടി കൂടെ നടക്കണുണ്ട്. അപ്പോൾ അമ്മ ഒരു സന്തോഷ വാർത്ത വന്ന് പറഞ്ഞിട്ടോ, കുറേ നാളായി ഞങ്ങളൊരു കർമൂസക്കായ കിട്ടാൻ വേണ്ടി നിൽക്കണം. അപ്പോൾ ഞങ്ങളെ തൊടിയിലുള്ള ഒരു കർമൂസയിൽ കർമൂസക്കായ ഉണ്ടായിട്ടുണ്ട് അമ്മ പറഞ്ഞപ്പോൾ ഞാൻ പോയി നോക്കി. അപ്പോൾ അത് ചെറുതാണ് കേട്ടോ. അപ്പം അമ്മ നിറച്ച് വള്ളിയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ നന്നാക്കിയിട്ടൂടെ. സംഭവത്തിൽ ഇത് ഞങ്ങളെ ശ്രദ്ധയിൽ പെട്ടില്ല കേട്ടോ. അപ്പോൾ നോക്കുമ്പോഴാണ് ചെറിയ ചെറിയ കായകളാണ്. അത് ചാഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ. കാറ്റിന് ഇങ്ങോട്ട് വീഴാനായിട്ടുണ്ട്. ഞാൻ ഈശ്വരനോട് അതിനൊരു കുത്തൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് പിന്നെ ആയി വരുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് വള്ളിയൊക്കെ കഴിയുമ്പോൾ പറിച്ച് മാറ്റി. എന്നോട് കഴിഞ്ഞൊക്കെ കത്തിയൊന്നും എടുക്കാത്തതുകൊണ്ട് കൈകൊണ്ടായിട്ട് പഠിച്ചു. പിന്നെ എനിക്ക് തോന്നി ആ കർമൂസയൊക്കെ പൊട്ടി നിലത്ത് വീണു. പിന്നെ അപ്പോഴാണ് മക്കളെ ശ്രദ്ധയിൽ വേറൊരു കാര്യം പെട്ടത്. അതൊന്നല്ലാതെ ഇതെന്നോ കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്തുണ്ട് നല്ല ഒരു കർമൂസ, നല്ല റെഡ് കളറായി പഴുത്ത കർമൂസ. ആരോ അണ്ണാനോ വവ്വാലോ എന്തോ നല്ല കാര്യമായിട്ട് കടിച്ച് ഇട്ടുണ്ട്. അപ്പോൾ പഴുത്തുണ്ട് കാണുന്നു. അത് കുഞ്ഞി കർമൂസയാണ് തോന്നുന്നുണ്ട്. ഇവിടെ പണ്ടുണ്ടായിരുന്നു കേട്ടോ റെഡ് ലേഡി, അതിൻ്റെ ബാക്കിയാണ് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് നന്നായിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നല്ല മഴ ദിവസമായിരുന്നു, വെള്ളം ഏറിക്കൊണ്ട് നിൽക്കേണ്ട എന്താവും അറിയില്ല. അപ്പോൾ എല്ലാവരും